ഇത് OnePlusന്റെ പുതിയ ഫോൺ OnePlus 15. ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ ഒന്ന് തലതിരിച്ച് വെച്ച് ഒരു വീഗൻ ലെതർ ഫിനിഷൊക്കെ ഒന്ന് കൊടുത്താൽ റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി 16 Pro Plus പോലെയാകും. അതുപോലെ തന്നെ ഒപ്പോയുടെ Find X9 Proയുടെയും ക്യാമറ മൊഡ്യൂൾ ഏതാണ്ട് സെയിം തന്നെയാണ്. നമുക്കതിനെ കുറ്റം പറയാനാവില്ല. കാരണം വിവോ, ഒപ്പോ, റിയൽമി, OnePlus തുടങ്ങിയ എല്ലാം ഒരൊറ്റ കൊട്ടയിൽ നിന്ന് തന്നെ വരുന്ന പല സ്മാർട്ട് ഫോണുകളാണ്. എന്തായാലും ക്യാമറ മൊഡ്യൂൾ ഒന്ന് തലതിരിച്ച് വെച്ചത് കൊണ്ടാകാം ഫോൺ കാണാനൊക്കെ ഒരു അല്പം വേറിട്ട ഡിസൈനുമായിട്ട് വരുന്നത് കൊണ്ട് തന്നെയും കാണാൻ ലുക്കുണ്ട്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഒരു ഗ്ലോസി ആയതുകൊണ്ട് തന്നെയും നമുക്ക് നമ്മെ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് ഒരു സെൽഫി ഫോട്ടോയൊക്കെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേണമെങ്കിൽ ബാക്ക് ഓർഗാനിക് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കും ഫ്രണ്ടും സൈഡ് കർവ്ഡ് ആയതുകൊണ്ട് തന്നെയും ഫോൺ നല്ല സ്ലിം ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇൻ ഹാൻഡ് ഫീല് നന്നായി വരുന്നുണ്ട്. നമ്മളിൽ പലരും ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ എടുത്ത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരാത്തവരായിട്ട് പലരും ഉണ്ട്. എന്നാൽ നല്ല രീതിയിൽ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ചേർത്ത് അതൊരു വീഡിയോ ഒക്കെ മാറ്റാം എന്നൊക്കെ വിചാരിച്ചാൽ അത് എല്ലാവർക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. നമ്മൾ ഈ ഫോണിൽ എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് AI ഇൻസ്റ്റന്റ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റാറ്റസ് ഇടാനുള്ള വീഡിയോ റെഡിയാക്കി തരും. അതും യാതൊരുവിധ എഡിറ്റിംഗ് സ്കില്ലും അറിയാത്ത ആൾക്ക് പോലും ഇത്തരത്തിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകളെയും വീഡിയോകളെയൊക്കെ പാട്ടെല്ലാം ആഡ് ചെയ്തുകൊണ്ട് മികച്ച ഒരു സ്റ്റാറ്റസ് സ്റ്റോറി വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ അത്തരത്തിൽ AI ഇൻസ്റ്റന്റ് ക്ലിപ്പ് വഴി കുറച്ച് 3-4 വീഡിയോകൾ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തെടുത്താണ്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്താണ്. വളരെ കുറച്ച് ക്ലിപ്പുകളെ അവിടെ യൂസ് ചെയ്തുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ പോർട്രേറ്റിലൊക്കെ നല്ല ഒരുപാട് വീഡിയോകളൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ അതെല്ലാം സെലക്ട് ചെയ്ത് AI ഇൻസ്റ്റന്റ് ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് മ്യൂസിക്കൊക്കെ കൊടുത്ത് ഈ ഒരു ഫോൺ തന്നെ അടിപൊളി സ്റ്റോറി ആക്കി തരും. ഇനി അഥവാ നിങ്ങൾക്ക് നല്ല ഫോട്ടോകൾ എടുക്കാൻ അറിയത്തില്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ ഫോട്ടോകൾ എടുക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പല സംവിധാനങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ ഈ ഒരു ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുത്താൽ AI ഉപയോഗിച്ചുകൊണ്ട് മികച്ച ഫ്രെയിം ഫോൺ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ AI ലാൻഡ്സ്കേപ്പ് മോഡ് ഇതിനകത്തുണ്ട്. ലാൻഡ്സ്കേപ്പ് ഫോട്ടോകൾ എടുക്കുമ്പോൾ ഈ മോഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ മഞ്ഞ് പോലെ എന്തെങ്കിലും പൊടികളോ ഒക്കെ മൂടിക്കിടക്കുകയാണെങ്കിൽ പോലും AI ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഫോട്ടോകൾ ഈ ഒരു ഫോൺ നമുക്ക് എടുത്തു തരും. അതുപോലെ തന്നെ എടുത്ത ഫോട്ടോകളിൽ AI ലൈറ്റ് മീ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈറ്റ് ഇഫക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ ഫോട്ടോകളെ കൺവേർട്ട് ചെയ്തെടുക്കാനും ഈ ഒരു ഫോണിനകത്ത് സാധിക്കും. അതുപോലെ AI സ്റ്റൈൽ മീ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോകളെ കുറച്ചുകൂടി സ്റ്റൈലൈസ് ചെയ്തെടുക്കാനും ഈ ഒരു ഫോണിനകത്ത് സാധിക്കും. ഈ കാണുന്ന ഫോട്ടോകളൊക്കെ അത്തരത്തിൽ ഞാൻ എടുത്ത സാധാരണ ഫോട്ടോകളെ AI സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും സ്റ്റൈൽ ചെയ്തെടുത്തതാണ്. അതുപോലെ റിയൽമി 16 Pro Plusലേക്ക് വന്നപ്പോൾ മറ്റൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈമറി ക്യാമറ ഇത്തവണ 200 മെഗാ പിക്സലിൻ്റെതാണ്. 50 മെഗാ പിക്സൽ ടെലിഫോട്ടോയും നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3.5x സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. വൈഡ് ആംഗിൾ ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം 120 ഇരട്ടി വരെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു ഫോണിനകത്ത് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ ഞാൻ കണ്ട രീതിയിൽ എടുത്ത ഫോട്ടോയാണ്, അതായത് വൈഡ് ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോയാണ്. എന്നാൽ ഞാൻ സൂം ചെയ്ത് വന്നപ്പോഴാണ് ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള നോക്കിയത് ഈ കാണുന്ന ആ ഒരു ബോർഡ്, അത് ഞാൻ ഇത്തരത്തിൽ 125x സൂം ചെയ്തെടുത്ത ഫോട്ടോയാണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഒരുവിധം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ സൂം ചെയ്ത് നമുക്ക് ഫോട്ടോ ഔട്ട് തരുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോകളും എടുത്തു. എല്ലാം നന്നായിട്ടൊക്കെ വരുന്നുണ്ട്. വലിയ കുറ്റമൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. ചില ഫോട്ടോകൾ ഓവറായിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ മുഖത്തൊക്കെ കൃത്രിമമായിട്ടുള്ള ചില കൂടുതലായിട്ടുള്ള ചുളിവുകളൊക്കെ വരുന്നത് പോലെ എനിക്കൊന്ന് തോന്നി. വീഡിയോഗ്രാഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയും അതുപോലെ ഫ്രണ്ട് ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K 60 HDR വീഡിയോകൾ വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ വൈഡ് ആംഗിളിൽ ഫുൾ HD 30 FPS വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ കാണുന്ന ഫോട്ടോകൾ നല്ല ലോ ലൈറ്റിൽ എടുത്ത ഫോട്ടോകളാണ്. ലോ ലൈറ്റിലെ ഫോട്ടോകളും അടിപൊളിയാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഫോൺ ഓരോ ഫോട്ടോകളും നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്താണ് അതിൻ്റെ ഒരു ഔട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോകൾ അടിപൊളിയാണ്. എന്നാൽ നമ്മൾ വീഡിയോയിലേക്ക് വരുമ്പോൾ സാധാരണ ഫോണുകളിൽ ഫോട്ടോകളും വീഡിയോകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോട്ടോകൾക്കാണ് കൂടുതൽ പ്രോസസ്സിംഗ് നടക്കുന്നത്. എന്നാൽ വീഡിയോകൾ അത്ര കണ്ട് പ്രോസസ്സിംഗ് ചെയ്യാത്തതുകൊണ്ടാകാം ഈ ഫോണിലെ ഫോട്ടോകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീഡിയോ ഒരു പടി താഴെ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ വീഡിയോ എസ്പെഷ്യലി സെൽഫി വീഡിയോ ഭയങ്കരമായിട്ട് പതറുന്നു. ഈ കാണുന്ന വീഡിയോ ഒരു ലോ ലൈറ്റിൽ എടുത്താണ്. ലോ ലൈറ്റിലെ സെൽഫി വീഡിയോ അത്ര ബെറ്റർ അല്ല. മൊത്തത്തിൽ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോട്ടോകളാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കും വീഡിയോ, അതിൽ നിന്നും താഴേക്ക് പോകും ലോ ലൈറ്റ് വീഡിയോകൾ എന്ന് വേണം പറയാം. റിയൽമിയുടെ കഴിഞ്ഞ നമ്പർ സീരീസ് ആയിട്ടുള്ള റിയൽമി 15 സീരീസിൽ റിയൽമി 15 പ്രോയും റിയൽമി 15ഉമായിരുന്നു വന്നിരുന്നത്.
എന്നാൽ ഇത്തവണ 16 സീരീസിലേക്ക് വരുമ്പോൾ റിയൽമി 16 Pro പ്ലസും റിയൽമി 16 പ്രോയുമാണ് വരുന്നത്. കഴിഞ്ഞ 15 പ്രോയിൽ നിന്ന് 16 പ്രോ പ്ലസിലേക്ക് വരുമ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ 50 മെഗാ പിക്സലിൽ നിന്നും 8 മെഗാ പിക്സലിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. പ്രൈമറി ക്യാമറ എന്നാൽ 50 മെഗാ പിക്സലിൽ നിന്ന് 200 മെഗാ പിക്സലിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. അതുപോലെ 15 പ്രോയിൽ ടെലിഫോട്ടോ ക്യാമറ ഇല്ലായിരുന്നു, എന്നാൽ 16 പ്രോ പ്ലസിൽ അതും നൽകിയിട്ടുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേകൾ ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും കഴിഞ്ഞ ജനറേഷനിൽ ഉണ്ടെങ്കിലും ഇത്തവണത്തെ ജനറേഷനിൽ പല ഫോണുകളും ഒഴിവാക്കി വരികയാണ്. എന്നാൽ റിയൽമി ഈ ഒരു 16 പ്രോ പ്ലസിൽ കർവ്ഡ് ഡിസ്പ്ലേ നിലനിർത്തിയിട്ടുണ്ട്. 144 ഹെഡ്സ് AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതും 6500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് പീക്കായിട്ട് നൽകിയിരിക്കുന്നത്. HDR10+ഉം കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനും സ്ക്രീനിന് നൽകിയിട്ടുണ്ട്. 15 പ്രോയിലെ സെയിം പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ് ഈ ഒരു ഫോണിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. 12GB റാം, അതും LPDDR5X, അതുപോലെ 512GB UFS 3.0 സ്റ്റോറേജുമാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഏകദേശം 1.45 മില്യൺ AnTuTu സ്കോറും ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ നമ്മൾ BGMI ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇതിനകത്ത് ഗ്രാഫിക്സ് നമ്മൾ സൂപ്പർ സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ്, അതായത് 90 FPS ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗ് ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും നേരിടുന്നില്ല. ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസ് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും കൂടി കൺസിഡർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് കുറച്ച് മിസ് ടച്ചിനുള്ള സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ GT മോഡൊക്കെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതുപോലെ തന്നിട്ടുണ്ട്. ബൈപാസ് ചാർജിങ്, അതായത് നമ്മൾ ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് പോലും ചാർജർ കണക്ട് ചെയ്തിട്ട് ഗെയിം പ്ലേ സാധ്യമാണ്. പിന്നെ വോയിസ് ചേഞ്ചർ, ഗെയിം ഫിൽറ്റേഴ്സ്, ഗെയിം അസിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒക്കെ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്തരം ഇഷ്യൂസോ ത്രോട്ട്ലിങ്ങോ ഒന്നും ഈ ഒരു ഫോണിനകത്തില്ല. 7000 mAh ബാറ്ററി, അതും ചാർജ് ചെയ്യാനായിട്ട് 80 വാട്ടിന്റെ ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ആൻഡ്രോയിഡ് 16ഉം റിയൽമി യൂസർ ഇന്റർഫേസ് 7ഉം ചേർന്നാണ് ഈ ഒരു ഫോണിനകത്ത് പ്രവർത്തിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഹൈറസ് ഓഡിയോ സപ്പോർട്ടും കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആവണം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ IP66, 68, 69, 69K എന്നീ സർട്ടിഫിക്കേഷനുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തിടെ കണ്ട OnePlus 15ലും OnePlus 15Rലും ഈ പറയുന്നത് പോലുള്ള 4 ഹയർ വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റന്റ് സർട്ടിഫിക്കേഷനുകൾ നൽകിയിരുന്നു. ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് ഇല്ല എന്നതാണ് ഞാൻ ഈ ഫോണിൽ കാണുന്ന ഏറ്റവും വലിയൊരു കുറവെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ പ്രൈസ് പോയിന്റിൽ എന്തായാലും NFC സപ്പോർട്ട് നൽകേണ്ടിയിരുന്നു. 28,999 രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത റിയൽമി 15 പ്രോയ്ക്ക് ഇപ്പോൾ 33,999 രൂപയാണ്. പേരിനോടൊപ്പം ഒരു പ്ലസ് ഉള്ളത് കൊണ്ടും പുതിയ ജനറേഷൻ ഫോണുകൾക്ക് വില കാര്യമായി കൂടുന്നത് കൊണ്ടും റിയൽമി 16 പ്രോ പ്ലസ് എന്ന ഫോണിന് എൻ്റെ ഒരു പ്രതീക്ഷയിൽ 35,000 രൂപ മുതൽ 40,000 രൂപ വരെ ആകാനുള്ളൊരു സാധ്യതയാണ്. കൃത്യമായിട്ടുള്ളൊരു വില എനിക്ക് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിയത്തില്ല. പക്ഷേ ഈ ഫോണിൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയും ഇതിൻ്റെ വില പുറത്ത് വന്നിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ വില അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.